നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട അവതാരം നരസിംഹാവതാരമാണ്. അതിൻ്റെ ഒരു കേവല അവലോകനം നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. നമുക്കതൊന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് ചിന്തിക്കാം. ഇവിടെ അസുരപുത്രനായിരുന്ന പ്രഹ്ലാദൻ ഇല്ലേ, അമ്മയും അച്ഛനും അസുരഭാവമാണ്. എന്നിട്ടും എന്താണ് ഭഗവാന്റെ ഭക്തനായി മാറിയത്? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാന്റെ ഭക്തനാവാൻ നമുക്ക് ഏതെങ്കിലും പ്രത്യേകിച്ചൊരു വർണ്ണമോ കുലമോ ജാതിയോ ഒന്നും ആവശ്യമില്ല. ഭക്തി എന്ന ഒരു നിഷ്ഠ ഉണ്ടായാൽ മാത്രം മതി എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഇവിടെ ഹിരണ്യകശിപു ആകട്ടെ ഹിരണ്യാക്ഷനെ വധിച്ച വിഷ്ണുവിനോടുള്ള ദേഷ്യം കൊണ്ട് തപസ് ചെയ്ത ആളാണ്. ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ഈ അസുരന്മാരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു വരം എന്ന് പറയപ്പെടുന്നത് മരണമുണ്ടാകരുത്. അസുരന്മാർക്ക് ആകെ ഒരൊറ്റ മോഹമേ ഉള്ളൂ, എന്ത് വേണ്ട, മരണം ഉണ്ടാകരുത്. പക്ഷെ ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കും മരണം സുനിശ്ചിതമാണ്, അത് മാത്രം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉപാധി തേടി, എന്താ, പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്. അപ്പോൾ ഈ ഉപാധികളൊക്കെ നേടിയ അവസ്ഥയിൽ ഹിരണ്യകശിപു തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് നേരെ ദേവലോകമൊക്കെ ആക്രമിച്ചു, ഇന്ദ്രപദവിയൊക്കെ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠത്ത് വരെ ചെന്നു. വിഷ്ണു ആകട്ടെ അങ്ങ് മറഞ്ഞു നിന്നു. കാര്യം ഇവൻ്റെ പരമാവധി അഹങ്കാരവും പുറത്തു വരട്ടെ എന്ന് തീരുമാനിച്ചു. ഇവിടെ ഭഗവാൻ നേരിട്ട് വധിക്കുമെന്നല്ലല്ലോ പറഞ്ഞു, അവതാരത്തിൽ വധിക്കുമെന്നാണല്ലോ പറഞ്ഞു, അവതരിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഭഗവാൻ ഏറ്റുമുട്ടിയില്ല. ഈ അവസ്ഥയും കൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ ഹിരണ്യകശിപുവിൻ്റെ അഹങ്കാരം വർദ്ധിച്ചു. വിഷ്ണു പോലും എന്നെ പേടിച്ചു പോയി എന്ന് ധരിച്ചു. അതുകൊണ്ട് ഇനി ആരും ഭഗവത് നാമം ഉച്ചരിക്കരുത്, ആരും ഭഗവത് നാമം ചെല്ലരുത്, യാഗങ്ങൾ നടക്കരുത് എന്നൊക്കെ തീരുമാനിച്ചു. എല്ലാവരെയും ഭയപ്പെടുത്തി. ഉള്ളുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നവർ പോലും പുറമേ ഇയാളെ പേടി കൊണ്ട് എന്ത് ചെയ്തു, ഹിരണ്യകശിപു നാമം ഇന്ന് ചെല്ലേണ്ട ഗതികേട് വന്നു. ആ അവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ, വളരെ കൊച്ചുകുട്ടിയാണ് പ്രഹ്ലാദൻ, ആ കുട്ടിയാകട്ടെ എല്ലാ സമയത്തും നാരായണ നാരായണ എന്ന് ജപിക്കുക. ആരും പഠിപ്പിച്ചൊന്നും അറിയില്ല. ശുക്രാചാര്യരെ മക്കളെ വിളിച്ച് ഗുരുക്കന്മാരാക്കി ഏൽപ്പിച്ചു. എന്താണ് പഠിപ്പിക്കേണ്ടത്? ഈശ്വരനിന്ദ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? സ്വന്തം അനുജനെ കൊന്ന ഈശ്വരന്മാരോട് ഒരു സ്നേഹവും വേണ്ട, നിന്ദിക്കാൻ പഠിപ്പിക്കണം. ഈ ഗുരുക്കന്മാർ പരമാവധി ശ്രമിച്ചു. എന്നിട്ടും ഈ കുട്ടിക്ക് മാറ്റമില്ല. ഈ കുട്ടി ഗുരുക്കന്മാരില്ലാത്ത സമയത്ത് നോക്കിയിട്ട് അവിടെയുള്ള കൂടെ പഠിക്കുന്നവരെടുത്ത് ഭഗവത് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ കൂട്ടുകാർ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഗുരുനാഥൻ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല, നിൻ്റെ വീട്ടിൽ നിന്ന് ഒട്ടിത് പഠിപ്പിക്കാൻ സാധ്യതയില്ല, കാരണം അച്ഛനും അമ്മയും അറിയാമല്ലോ, പിന്നെ നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ അതിൻ്റെ തലം പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു തലമാണ്. അതായത് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ വേണ്ടി പോയ വേളയിൽ ഇന്ദ്രൻ ആ സമയം തക്കം നോക്കി ദേവലോകത്ത് നിന്ന് വന്ന് ഈ അസുരലോകം ആക്രമിച്ചിരുന്നു. ആക്രമിച്ച സമയത്ത് അസുരന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടപ്പോൾ ഖയാതു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ അപഹരിച്ച് ഇന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാ കൂട്ടിക്കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, ഇന്ദ്രൻ ഈ സ്ത്രീയോടുള്ള താല്പര്യം കൊണ്ടൊന്നും കൂട്ടിക്കൊണ്ടുപോയതല്ല. ഇവർ ഗർഭിണിയാണ്. ആ സമയത്ത് ഇവരെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞ് ഭാവിയിൽ തനിക്ക് ബുദ്ധിമുട്ടാകും, ദേവന്മാർക്ക് ബുദ്ധിമുട്ടാകുന്ന അസുരനായാൽ ആ കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ അങ്ങ് വധിക്കാം. അപ്പം വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നാരദർ വന്നു. നാരദർ കൃത്യമായി ഈ വരേണ്ട സ്ഥലം നോക്കി വരുന്ന ഒരാളാണ്. നാരദർ വന്നിട്ട് ഇന്ദ്രനോട് ചോദിച്ചു, ഇന്ദ്ര, നീ എന്താ ചെയ്യുന്നത്? ദേവരാജാവായ നീ ഒരു സ്ത്രീയെ അപഹരിക്കാതെ നാണക്കേടല്ലേ? അത് ഓരോ ഭർത്താവില്ലാത്ത സമയത്ത്, ഭർത്താവ് ഉള്ളപ്പോൾ പോയി അയാളെ തോപ്പിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അത് ആണത്തം എന്ന് പറയും. അതില്ലാത്തപ്പോൾ നീ അക്ഷരണയായ ഒരു സ്ത്രീയെ അപഹരിക്കുക. അത് മാത്രമല്ല, അവരിപ്പോൾ അമ്മയാണ്. മാതൃഭാവത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ദേവകർമ്മം. അത് അസുരനാണെങ്കിലും മൃഗമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും. മനസ്സിലായില്ലേ? അപ്പം നീ ചെയ്യുന്ന അപരാധമല്ലേ എന്നൊക്കെ ചോദിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉണർത്തിച്ചു. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ആ ഇന്ദ്രൻ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അല്ല മഹാമുനെ, ഇത് അസുരൻ്റെ പുത്രനായി തനിക്ക് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നറിഞ്ഞത് കൊണ്ടാണ്, മനസ്സിലായില്ലേ, ഇങ്ങനെ ഒരു കർമ്മം താൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് നാരദർ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തി. നാരദർ എന്തു പറഞ്ഞു? ഇന്ദ്ര, നീ അങ്ങനെ വിഷമിക്കണ്ട, ഇവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ഉത്തമനായ ഈശ്വരഭക്തനായിരിക്കും, വിഷ്ണു ഭക്തനായിരിക്കും എന്ന് പറഞ്ഞു. അതോടുകൂടി ഇന്ദ്രൻ പിടിവിട്ടു എന്ന് മാത്രമല്ല, ഇന്ദ്രൻ ആ കയാതുവിനെ വലം വെച്ച് നമസ്കരിച്ചു. കാരണം എന്താ, ഭഗവാന്റെ ഭക്തൻ ആ സ്ത്രീയുടെ ഉദരത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ ബഹുമാനിച്ചു. അപ്രകാരം പോയ സമയത്ത് നാരദ മഹർഷിയുടെ അടുത്ത് ഈ സ്ത്രീ പറഞ്ഞു, അങ്ങാണ് എന്നെ രക്ഷിച്ചത്, എൻ്റെ ഭർത്താവ് തിരികെ വരുന്നത് വരെ അങ്ങയുടെ സംരക്ഷണത്തിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു.
അതിൻ പ്രകാരം നാരദർ പർണശാലയിൽ താമസിപ്പിച്ചു. നാരദർ വളരെ കൃത്യമായി യഥാസമയത്ത് എന്ത് ചെയ്തു? ഭഗവത് തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അമ്മയിലൂടെ അമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന ഈ കുഞ്ഞിതെല്ലാം ശ്രവിച്ചു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ല. കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ, കുഞ്ഞ് ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ മനോഭാവം വരെ കുഞ്ഞിൻ്റെ സ്വഭാവത്തിന് കാരണമാണ്. മനസ്സിലായില്ലേ? അച്ഛൻ്റെ അമ്മയുടെ മനോഭാവം വരെ. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന വേളയിൽ സാക്ഷാൽ ഭഗവതി കുഞ്ഞായി ജനിക്കണം, ഭഗവാൻ ജനിക്കണം, സാക്ഷാൽ ശിവൻ മകനായി പിറക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. കാരണം എന്താ? ആ ഉന്നതമായ ചിന്തയിലൂടെ നല്ല സന്താനങ്ങളെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വല്ല ചിന്തയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഉന്നതമായ ചിന്തയിൽ മുഴുകി ശ്രേഷ്ഠമായ സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം എന്നല്ല പറഞ്ഞല്ലോ. ആ സമയവും കാലവും ഒക്കെ മനോഭാവവും ഒക്കെ പ്രധാനമാണ്. ഇനി കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വേളയിൽ അന്നു മുതൽ തന്നെ അമ്മമാരൊരു വ്രതത്തിൽ ഏർപ്പെടുകയാണ്. സച്ചിന്തകളിലൂടെ അമ്മമാർ മുങ്ങിക്കുളിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അമ്മമാരെല്ലാ ദിവസവും സച്ചിന്തയിൽ ആറാടണം. കാരണം അമ്മ ശ്രവിക്കുന്ന സർവ്വതും കുഞ്ഞിൻ്റെ അറിവായി മാറും. അമ്മ സീരിയലിൻ്റെ മുമ്പിൽ പോയിരുന്ന നെഞ്ചത്തിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാൽ, മറ്റ് പല ഏഷണയും പരദൂഷണവും പറഞ്ഞുകൊണ്ടിരുന്നാൽ കുഞ്ഞിനകത്ത് ഗുണങ്ങളെല്ലാം വരും. അപ്പോൾ ആ അമ്മ കേട്ട്, പക്ഷേ അമ്മ പല കാര്യങ്ങളിൽ ചിന്തിക്കുന്ന ആളാണ്ട് മറന്നു. കുഞ്ഞിനെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ വല്ലതും ചിന്തിക്കാനുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് പൂർണ്ണബോധം എന്തുണ്ടായി? ഭഗവത് തത്വത്തെക്കുറിച്ച് ഉറച്ചു. അതാണ് എന്ന് ഈ കുട്ടി കൂട്ടുകാരോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി വീട്ടിലെത്തുന്ന സമയത്ത് പിതാവായിരുന്ന ആ ഹിരണ്യകശിപു പലതവണ ചോദിച്ചപ്പോഴും ഭഗവാനെ സേവിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പലതരത്തിൽ വധിക്കാൻ നോക്കി, നടന്നില്ല. വീണ്ടും ഗുരുനാഥന്മാരെ വിളിച്ചു, ഗുരുക്കന്മാരെ ഏൽപ്പിച്ചു. അവർ വീണ്ടും കൊണ്ടുപോയിട്ട് അവർ പരാജയപ്പെട്ടു. ഒടുവിൽ ഈ കുട്ടി വീണ്ടും വരുന്ന സമയത്ത് കുട്ടിയോട് ചോദിച്ചു, നീ എന്തൊക്കെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ഭഗവാനെക്കുറിച്ചിട്ടുള്ള ഭക്തിയാണ് പഠിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞ്, പാദസേവയാണ്. ദേഷ്യം വന്നു. കയ്യിലിരുന്ന് ആയുധം എടുത്തുകൊണ്ട് ചാടിച്ചെന്നു. ആ ഭീരുവായ നാരായണനെയാണോ നീ ആരാധിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഗർജിച്ചു. അതിനുശേഷം ഈ ഹിരണ്യകശിപുവിന് മണ്ടനൊന്നുമല്ല, ബുദ്ധിയുള്ള ആളാണ്. കാരണം അതുകൊണ്ടാണല്ലോ പല ഉപാധികളിട്ട് മരണത്തെ പോലും മാറ്റിവെച്ചത്. ഈ ബുദ്ധി ശരിയാമണ്ണം ഉപയോഗിക്കാത്ത ആളാണെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈശ്വരചിന്തയില്ലെന്നേ ഉള്ളൂ, പക്ഷേ ബുദ്ധിയുണ്ട്. ഈ ബുദ്ധിയുള്ളതെല്ലാം ഈശ്വരൻ. ബുദ്ധി പലതരത്തിലുണ്ട്. ഇപ്പം നല്ലൊരു പൂട്ട് കണ്ടുപിടിക്കുന്നു, ബുദ്ധിയല്ലേ? ആ പൂട്ട് കുത്തി തുറക്കാൻ അടുത്തവൻ ഐഡിയ കണ്ടുപിടിക്കുന്നു, അതും ബുദ്ധിയാണ്. പക്ഷേ ഒന്ന് ഗുണത്തിനും ഒന്ന് ദോഷത്തിനും, അല്ലേ? ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, അതിനെ ഹൈജാക്ക് ചെയ്യാൻ വേറൊരുത്തൻ കണ്ടുപിടിക്കുന്നില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം നല്ലതിനും ഉണ്ട്, ചീത്തയ്ക്കും ബുദ്ധി ഉപയോഗിക്കാം. ഇവിടെ ഹിരണ്യകശിപുവിൻ്റെ ബുദ്ധി വളഞ്ഞ ബുദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പോൾ ഇപ്രകാരമുള്ള ഹിരണ്യകശിപു അതുകൊണ്ട് കരിങ്കൽ തൂണിൽ ചോദിച്ചു, ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ തൂണിൽ അടിച്ചപ്പോൾ ഉഗ്രരൂപത്തിൽ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. അവിടെ പറഞ്ഞ ഉപാധികളെല്ലാം കൃത്യമായി പാലിച്ചു. അകത്തുമല്ല പുറത്തുമല്ലാതെ, വാതുപ്പടിയിൽ വെച്ച്, ആകാശത്തുമല്ല ഭൂമിയിലും അല്ലാതെ, മടിത്തട്ടിൽ വെച്ച്, മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത അവസ്ഥയിൽ ആയുധങ്ങൾ ഉപയോഗിക്കാതെ കൈനകം കൊണ്ട് കീറി വധിച്ചതിന് ശേഷം ഈ കുടൽമാലകളെല്ലാം എടുത്ത് സ്വന്തം കഴുത്തിലേക്ക് ധരിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞു, എന്തിനാണ് ഈ കുടൽമാല ധരിച്ചത്? ഹിരണ്യകശിപുവിൻ്റെ കുടൽമാല ശ്രേഷ്ഠതയുണ്ടോ? ഇവിടെ ഹിരണ്യകശിപു ഞാനെന്ന ഭാവമാണ്. മനസ്സിലായില്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞു ഹിരണ്യാക്ഷ എൻ്റേത്, ഇത് ഞാനെന്ന ഭാവമാണ്. ഈ ഞാനെന്ന ഭാവം നമ്മളിലൊക്കെ നല്ലതുപോലെ വേരോടിയതല്ലേ? പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റുന്ന ഒന്നാണോ? ആണോ? ഞാനെന്നത് ഭയങ്കരമായിട്ട് വരും. നമ്മൾ ഞാനെന്ന ഭാവമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പുറകെ നിർത്താൻ കരുതേന്ന് വിളിച്ചാൽ തിരിഞ്ഞു നിന്ന് ഇടിക്കത്തില്ലേ? ഇടിക്കത്തില്ലയോ? ഇടിക്കും, ഉറപ്പാണ്. ഞാനാണെങ്കിലും ഇടിക്കും, ഒരു സംശയം വേണ്ട. കല്ലെടുത്തൊരു എറി എന്നാൽ നമുക്ക് വേദന വരത്തില്ലേ? ഞാനെന്ന ഭാവം വരും. കാരണം ഇത് പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നില്ല. പലതവണ ഇല്ലേ? പലതവണ പറഞ്ഞ് ശുദ്ധീകരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ആ ഞാനെന്ന ഭാവം വളരെ രൂഢമൂലമാണ്. അതിനെ വേരോടെ പിഴുതെടുക്കുക. അതിനാണ് ആ കുടൽമാല വലിച്ചെടുക്കുന്ന ആ ഭാവം. മനസ്സിലായി? വേരോടെ പിഴുതെടുത്ത ആ ഞാനെന്ന ഭാവം ഈശ്വരനിലേക്ക് ചേരണം. ഹിരണ്യകശിപു ഒരിക്കലും സ്വയം ഈശ്വരനിലേക്ക് ചേർത്തിട്ടില്ല. അപ്പം ഞാനെന്ന ഭാവം യഥാർത്ഥത്തിൽ ചേരേണ്ടത് ആരോട്? ഈശ്വരനോടാണ്. അതാണ് കരുത്തിലേക്ക് അങ്ങ് ഇട്ടത്, സ്വീകരിച്ചത്. അപ്പം ഞാനെന്ന ഭാഗം അത് ഏറ്റവും ശാശ്വതമായി, ഏറ്റവും ആനന്ദപ്രദമായി അത് ചേരേണ്ടത് ആരിലേക്കാണ്? ഭഗവാനിലേക്ക് ചേരണം. ഭഗവാനിലേക്ക് ചേരാതെ വിരുദ്ധമായി കൊണ്ടുപോയാൽ അത് ആസുരികതയാണ്. അവിടെ ഭഗവാൻ അതിനെ സ്വയം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാട്ടിത്തരികയാണ്. ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ദേവി വന്ന് ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി, ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി ലക്ഷ്മിയെ കണ്ണുകൊണ്ട് തടഞ്ഞു. കാരണം എന്താ? ഇവിടെ ലക്ഷ്മിയേക്കാൾ സ്ഥാനം ഭക്തന് കൊടുക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ സമയത്ത് പ്രഹ്ലാദനെ കൊണ്ട് ഭഗവാനെ സ്തുതിപ്പിച്ചു. ഭഗവാനെ സ്തുതിച്ചു വരുന്ന പ്രഹ്ലാദനെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി, ഇടതുഭാഗത്തായിട്ടിരുത്തി
അല്ലേ? ആ ഭാഗത്താണ് സാക്ഷാൽ ലക്ഷ്മി വന്നാൽ ഇരുത്തേണ്ടത്. പക്ഷെ അവിടെ പകരം ആരെ ഇരുത്തി? പ്രഹ്ലാദനെ. അതാണ് ലക്ഷ്മിയെ തടഞ്ഞത്. പ്രഹ്ലാദനെ ഇരുത്തി. കാരണം ഇവിടെ ഭക്തനാണ് ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് പ്രഹ്ലാദനോട് ചോദിച്ചു എന്ത് വരം വേണം. ഇവിടെയാണ് പ്രഹ്ലാദൻ്റെ ഉത്തമ ഭക്തിമാർഗം നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളോടാണ് ദൈവം നേരിട്ട് വന്ന് എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ എന്ത് ചോദിക്കും? ഇന്നലത്തെ ആഗ്രഹമാണോ ഇന്നുള്ളത്? കഴിഞ്ഞ ആഴ്ചത്തെ ആഗ്രഹമാണോ ഈ ആഴ്ച ഉള്ളത്? 5 വർഷം മുമ്പുള്ള ആഗ്രഹമായിരുന്നു ഇപ്പോൾ ചോദിക്കാനുള്ളത് ആണോ? അല്ല, പലതാണ്. നമുക്ക് സ്ഥിരതയില്ല ആഗ്രഹത്തിനുണ്ടോ? ഒറ്റ കാര്യം ഞാൻ ചോദിക്കുള്ളൂ. പക്ഷേ ഭക്തന്മാർക്ക് ഒരൊറ്റ കാര്യം ചോദിക്കൂ. ഭക്തന്മാർ അങ്ങനെയുള്ളവർ വേറെ ഒന്നും ചോദിച്ചില്ല. ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ ഒരു വരവും ചോദിക്കാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണം. ഒരു മോഹവും എന്നിൽ ഉണ്ടാക്കരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? മോഹം ഉണ്ടായാൽ ഞാൻ ചോദിക്കും, ചോദിച്ചാൽ നീ തരും. തന്നു കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ എന്തിലാവും? കിട്ടിയ വസ്തുവിലായി പോകും. ഇതാണ് നമുക്കൊക്കെ പറ്റുന്നത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി നിന്ന് തൊഴുതുമ്പോൾ ഒരു കാറ് വേണമെന്നുള്ള മോഹത്തിൽ പോയി നിന്ന് തൊഴുതാന്ന് വെച്ചോ, നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഭഗവാനായിരിക്കും കാറിൻ്റെ രൂപമായിരിക്കും. ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി തൊഴുതാൽ നിങ്ങളുടെ മനസ്സിൽ ഏത് വീടായിരിക്കണം, എത്ര റൂം വേണം, ബെഡ്റൂം എവിടെ വേണം, ബാത്റൂം എവിടെ വേണം, അല്ലേ, AC വേണം, ഇതൊക്കെ ആയിരിക്കത്തില്ലേ മനസ്സിൽ. അപ്പോൾ അതോ ഭഗവാനായിരിക്കുമോ? സത്യം പറയണം, ഏതായിരിക്കും? ഭഗവാൻ ഔട്ടാവും. മനസ്സിലായില്ലേ? ഇതാണ് മോഹം കൊണ്ടുണ്ടാകുന്ന അപജയം. അപ്പോൾ അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ ഒരു മോഹവും എന്നിൽ ഉണ്ടാക്കരുത്. അതാണ് ഒന്നാമത് ചോദിച്ചത്. രണ്ടാമത്, അങ്ങയുടെ പാദസ്മരണ എന്നുണ്ടാകണം. ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു നല്ല ഭക്തന് പ്രാർത്ഥനയിൽ. ആണ് പ്രഹ്ലാദൻ ഭാഗവതോത്തമനായി പരമഭക്തനായി മാറിയത്. അപ്പം അതുപോലെയുള്ള ഭക്തനാവാൻ നമ്മൾ പഠിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഈ മോഹങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നത്. നമ്മൾ മോഹങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കിട്ടാനുള്ളതെല്ലാം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചോദിച്ചതിൻ്റെ പേര് കൂടുതൽ കിട്ടത്തതുമില്ല. ഇനി ചോദിക്കാതെ ഇരുന്ന് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത് കൊണ്ട് സന്തോഷവുമാണ്, കിട്ടിയില്ല എന്നുണ്ടാകുന്ന ദുഃഖം ഒഴിവാക്കാനും പറ്റും. മറ്റേത് അത് പറ്റത്തില്ല. മനസ്സിലായില്ലേ? മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മുടെ മനസ്സിനെ നമ്മുടെ ലിമിറ്റേഷനിൽ കൊണ്ട് നിർത്തുക. വേണ്ടതിനെക്കുറിച്ച് ആഗ്രഹിക്കുക. അത് നേടാൻ ഈശ്വരൻ്റെ നാമം മാത്രം മതി എന്ന പരമഭക്തിയെക്കുറിച്ച് പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇവിടെ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദനെ പോലെ നമ്മൾ ആവാനാണ് ഇവിടെ നരസിംഹമൂർത്തിയുടെ ശക്തി കാട്ടിക്കാനല്ല ഭാഗവതത്തിൽ നരസിംഹാവതാരം പറഞ്ഞത്. യഥാർത്ഥ ശക്തി ഇവിടെ ആർക്കാന്ന് വെച്ചാൽ ഭക്തനാണ്, അല്ലേ? എന്തും കിട്ടാനുള്ള മോഹം മുന്നിൽ വന്നു. ആ ഒരു മോഹവും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനമല്ലേ ശക്തി? അതൊരസുരനെ കൊന്നതാണോ ശക്തി? അപ്പോൾ ഇവിടെ യഥാർത്ഥ ശക്തി, നരസിംഹത്തേക്കാൾ വലിയ ശക്തി ആർക്കാണ് ഉണ്ടായിരുന്നത്? പ്രഹ്ലാദനാണ്. ഭക്തിയുടെ ശക്തി, മനഃശുദ്ധിയുടെ ശക്തി, മോഹങ്ങൾ വേണ്ട എന്നുള്ള ശക്തി, ഈശ്വരനെ മാത്രം മതി എന്നുള്ള ശക്തി. അപ്പോൾ അത്തരം ശക്തികൾ ആരിലുണ്ടാവണം? ഭക്തരായ നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ ഒരു നല്ല ഭക്തനിലേക്ക് നമ്മളെ എത്തിക്കാൻ നമുക്ക് പ്രഹ്ലാദനെ നമുക്ക് മാതൃകയാക്കി പിന്തുടരാം.